നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. താന്ത്രിക ആരാധനയുടെ കേന്ദ്രബിന്ദുവാണ് വരാഹിയമ്മ എന്ന് അറിയാമല്ലോ. വരാഹിയമ്മ എന്നാൽ ശത്രുനാശിനിയായും വരം നൽകുന്നവളായും ആരാധിക്കപ്പെടുന്നു. ദീർഘവും സമൃദ്ധവുമായ ജീവിതം കിട്ടാൻ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മ എല്ലാം നമുക്ക് നൽകുന്നതാണ്. താന്ത്രിക ആരാധനാ പ്രകാരം പാതാള ഭൈരവി എന്ന നാമത്തിൽ അമ്മ അറിയപ്പെടുന്നു. ചൊവ്വാഹോരയിൽ വരാഹിയമ്മയ്ക്ക് ചെയ്യേണ്ട ഒരു അഭിഷേകത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ മുഖ്യമായ അഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഈ അഭിഷേകം സകല സൗഭാഗ്യത്തെയും കൊടുക്കും. അസുഖങ്ങളില്ലാതെ സന്തോഷവും സമാധാനത്തോടും കൂടി ധനവരവോടുകൂടി എല്ലാം നേടിയെടുക്കാൻ പറ്റും ഈ ഒരു അഭിഷേകത്തിലൂടെ. എന്ത് കേട്ടാലും അത് അങ്ങനെ ലഭിക്കുന്ന ശക്തി ഈ ഒരേ ഒരു അഭിഷേകത്തിന് ഉണ്ട്. നമ്മൾ എന്ത് കേൾക്കുന്നുവോ അമ്മ നമ്മളിൽ പ്രസാദിച്ച്, അതായത് നമ്മൾ അമ്മയ്ക്ക് ഈ അഭിഷേകം നടത്തുമ്പോൾ അതിൽ അമ്മ പ്രസാദിച്ച് നമ്മൾ കേൾക്കുന്നതും നമ്മൾ കേൾക്കാത്ത നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് അമ്മ നമ്മൾക്ക് തരുന്നതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അനുഭവിച്ചറിഞ്ഞാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും പവർ ഈ ഒരു അഭിഷേകത്തിനുണ്ട്. ഈ അഭിഷേകം നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, അത് കോവിലിൽ പോയി വരാഹിയമ്മയ്ക്ക് ചെയ്താലും മതി. അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നും ചെയ്യാവുന്നതാണ്. ചൊവ്വാഹോര എന്നാൽ ടൈമിങ്സ് അറിയാമല്ലോ. രാവിലെ 6 to 7, 6 to 7 AM, ഉച്ചയ്ക്ക് 1 to 2, 1 to 2 PM, ദെൻ നൈറ്റ് 8 to 9, 8 to 9 PM. ഇതാണ് ചൊവ്വാഹോര. ഈ ചൊവ്വാഹോരയിൽ വരാഹിയമ്മയ്ക്ക് ഞാൻ പറയുന്ന ഈ വസ്തു വെച്ച് ഈ അഭിഷേകം ചെയ്താൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നെ, നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവുന്നതാണ്. അതിന് വേണ്ടിയ വസ്തു എന്നത് ജൊവ്വാദാണ്. അത് പാക്കറ്റിൽ ബോട്ടിനകത്ത് വാങ്ങാൻ കിട്ടും. അത് അങ്ങാടിക്കടയിലോ പച്ചമരുന്ന് കടയിലോ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുന്നതാണ്. ഈ ജൊവ്വാദ് വാങ്ങിയിട്ട് 1 സ്പൂണ് ഓരോ ചൊവ്വാഹോരയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജൊവ്വാദ് അഭിഷേകം ചെയ്ത് എന്ത് കേട്ടാലും വരാഹിയമ്മ അത് നമുക്ക് നടത്തി തരുന്നതാണ്. തീർത്താലും തീരാത്ത ഒരു പ്രശ്നം, നടക്കില്ല എന്ന് നമ്മൾ വിട്ടുവെച്ച ഒരു വിഷയം, ഏത് രീതിയിൽ നമ്മൾ പലരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒരു പോയിന്റിനപ്പുറം നമുക്കൊരു പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്തു പോവാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു വിഷയം ഈ അഭിഷേകം ചെയ്ത് അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത് അമ്മ റെഡിയാക്കി തരുന്നതാണ്. അത്രയ്ക്കും മഹത്തായ ഒരു അഭിഷേകമാണിത്. ജൊവ്വാദ് വെച്ചിട്ട് നിറയെ കോവിലുകളിൽ സ്വാമിക്ക് അഭിഷേകം ചെയ്ത് വരുന്നുണ്ട്. അതിന് നിറയെ കാരണങ്ങളുമുണ്ട്. അതും ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ നമ്മൾ വരാഹി അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുമ്പോൾ എന്ത് കേൾക്കുന്നുവോ അത് അമ്മ നമ്മൾക്ക് വാരിക്കോരി തന്നിരിക്കും. ചൊവ്വാഹോരയിൽ തന്നെ ചെയ്യണം. വേറൊന്ന്, ഓരോ ചൊവ്വാഹോരയിലും നിങ്ങളിത് ചെയ്യുക. നല്ല മാറ്റം വരും. ഇപ്പോൾ ഒരു ചൊവ്വാഹോരയിൽ ചെയ്തിട്ട് നാളെ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂറിനകത്ത് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അമ്മ അത് തന്നില്ല, അതിനാൽ ഇതൊന്നും ശരിയല്ല എന്ന് അല്ല ചിന്തിക്കേണ്ടത്. ഇങ്ങനെ മുടങ്ങാതെ ഓരോ ചൊവ്വാഹോരയിലും ചെയ്യുക. അപ്പോൾ നല്ല മാറ്റം ജീവിതത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് വിധേനയും നിങ്ങളുടെ കൈകളിൽ എത്തിപ്പെടുന്നതാണ്. കടയിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ ജൊവ്വാദ് വാങ്ങിയിട്ട് അത് 1 സ്പൂൺ എടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പനിനീരിൽ മിക്സ് ചെയ്തും ഇത് ചെയ്യാവുന്നതാണ്. ഈ അഭിഷേകം നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാവുന്നതാണ്. വീട്ടിൽ ചെയ്യാൻ സൗകര്യമില്ലാത്തവർ കോവിലിലും ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് ചെയ്യുക. വീട്ടിൽ ചെയ്യുന്നവരാണ് എങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതായത് നമ്മൾ വെള്ളത്തിലോ ഇല്ലെങ്കിൽ പനിനീരിലോ ആവശ്യത്തിന് നമുക്ക് 1 സ്പൂണോ അതിൽ കൂടുതൽ വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഈ വരാഹി അമ്മയുടെ ശില
ഉണ്ട് എന്നുണ്ടെങ്കിൽ, വിഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അഭിഷേകം നടത്തിയെടുത്ത് ആ വെള്ളം എടുത്തിട്ട് വീടിൻ്റെ 4 മൂലയിലും തെളിക്കണം. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ മുന്നേ തെളിക്കണം. എന്നിട്ട് ബാക്കി വെള്ളം ചെടികളിൽ ഒഴിക്കുക. ഇതാണ് വീട്ടിൽ ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. ഇനി കോവിലിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ചെറിയ ഒരു ബോട്ടിൽ വാങ്ങിയാൽ പറ്റത്തില്ല. അത് കടയിൽ പോയിട്ട് ലൂസായിട്ട് ജവ്വാത് വാങ്ങാൻ കിട്ടും. ചോദിക്കുക, ലൂസായിട്ടുള്ള ജവ്വാത്. ലൂസായിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ബോട്ടിലിൽ 2 വലിയ ബോട്ടിൽ വാങ്ങിയിട്ട് അത് കോവിലിൽ കൊടുക്കുക. എന്നിട്ട് കോവിൽ പൂജാരി കൂടെ പറഞ്ഞ് അവിടെ നിന്ന് വെള്ളം വാങ്ങിയിട്ട് ആ വെള്ളം കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ വീടിൻ്റെ 4 മൂലയിൽ തളിക്കുക. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തളിക്കുക, ബാക്കി ചെടികളിൽ ഒഴിക്കുക. 2 മെത്തേഡും മനസ്സിലായല്ലോ. പിന്നെ വേറെ ഒരു സംശയമുണ്ടാകും, വീട്ടിൽ വിഗ്രഹമില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന്. വിഗ്രഹമില്ലാത്തവരാണെങ്കിൽ അമ്മയ്ക്ക് ആയിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുന്നേ അഭിഷേകത്തിനുള്ള വെള്ളം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണം. അത് ഞാൻ പറയാം മന്ത്രം ഏതാണെന്ന്. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ വീട്ടിൻ്റെ 4 മൂലയിലും കൂടെ ഫ്രണ്ടിലും പിന്നെ ബാക്കി ചെടികൾക്കും ഒഴിക്കുക. ഇത് മുടങ്ങാതെ എല്ലാ ചൊവ്വാഹോരയിലും ചെയ്താൽ ഇതിനായിട്ടാണ് നമ്മൾ ഈ അഭിഷേകം ചെയ്യുന്നുവോ, അതായത് എന്ത് കാര്യം ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ അഭിഷേകം ചെയ്യുന്നുവോ അതിന് ഒരു പോസിറ്റീവായ ആൻസർ നിശ്ചയമായും വരാഹിയമ്മ നമുക്ക് തന്നിരിക്കും. വരാഹിയമ്മ എന്നാൽ വാസനയ്ക്ക് മയങ്ങുന്ന അമ്മ എന്നാണ്. ഈ ജവ്വാത് എന്നാൽ സകല സൗഭാഗ്യവും കൊടുക്കുന്ന അത്ഭുതകരമായ വാസനയുള്ള ഒരു വസ്തുവാണ്. അതിൽ മനം മയങ്ങി അമ്മ നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും തരുന്നതാണ്. ഇനി വീട്ടിൽ ചെയ്യുന്നവർക്ക് അമ്മയുടെ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുമ്പോഴാണെങ്കിലും വിഗ്രഹമില്ലാത്തവർ അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് ഈ മന്ത്രം 108 തവണ പറഞ്ഞ് അമ്മയ്ക്ക് അർച്ചന നടത്താവുന്നതാണ്. ദീപത്തിൻ്റെ മുന്നിൽ ഒരു തട്ടിൽ വേണം ഈ വെള്ളം വയ്ക്കേണ്ടത്. എന്നിട്ട് വേണം ഈ മന്ത്രം പറയുക. മഹാജന വക്രതുണ്ഡ ദണ്ഡനാദ, 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 മഹാജന വക്രതുണ്ഡ ദണ്ഡനാദ. 108 മുറ ഈ മന്ത്രം ചൊല്ലണം. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഓരോ ചൊവ്വാഹോരയിലും ചെയ്യുക. നല്ല മാറ്റം വരുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഹോര എന്നത് പല വിഷയങ്ങളും സോൾവ് ആക്കുന്ന അദൃശ്യമായ ഒരു സമയമാണ്. വളരെ സക്സസ്ഫുൾ ആയിരിക്കും ആ സമയത്ത് നമ്മൾ എന്ത് നല്ല വിഷയങ്ങൾ ചെയ്താലും. അതിനാലെ ആ സമയം മിസ് ചെയ്യാതെ എല്ലാവരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പക്കത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.